സാറേ ഇപ്പൊ വന്നത് നമ്മുടെ ഫ്ലൈറ്റ് അല്ലേ? അതെ. എല്ലാവരും മര്യാദ. ഇത് എന്താണത് എല്ലാവരും കണ്ണട വെച്ചിരിക്കുന്നത്? അന്തമാരുടെ സംസ്ഥാന സമ്മേളനം വരുന്നത് എന്റെ അനിയന. എന്തായാലും കോട്ടും കണ്ണാടിയൊക്കെ വെച്ചപ്പോ നിന്നെ കാണുന്ന ഏറ്റവും ലുക്ക് ഉണ്ട്. ഈ ഒറ്റ വിരലും കൊണ്ട് കണ്ണാടിയൊക്കെ താത്തി പൊക്കിയും വെക്കണം, എന്നാലും പക്വത ഫീൽ ചെയ്യൂ. സിനിമയിലെ കണ്ടില്ലേ? ഈ ആകാശ് മേനോൻ ആളൊരു സുന്ദരനായ മതിയായിരുന്നു. ആണെങ്കിൽ അവനെ കെട്ടി നീ ജർമ്മനിലേക്ക് പറക്കോ? പറഞ്ഞേക്കാം, ആദ്യം ആളെ കാണട്ടെ. Come this way. Oh, so you've come to your homeland. Oh, come, baby. Be careful. Oh, no, you're not supposed to do that. Come this way. This way. Slowly. Oh, slowly. ഒരു സ്പെഷ്യൽ ഇറക്കുമതി ഉണ്ടാ പെണ്ണിന്റെ ഇപ്പുറത്ത് ഇതുപോലത്തെ സാധനക്കാരൻ എന്റെ അനിയനായ ലൈഫ് തീർന്നു. അതിനെയും കൊണ്ട് നടക്കണ ആ ഭാര്യയുടെ ഒരു ഗതികേട്. അത് ഭാര്യയല്ല, എയറോസ്റ്റസാ. എയറോസ്റ്റസ് എന്താ ഭാര്യയായാലേ? നീ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏയ്, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത ഇറക്കുമതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ രാജകുമാരൻ ചർച്ച ചെയ്യാം. Don't run. We fall. This way. Hello. Yeah. I am from Global India Travels. Okay, are you Mr. Subair? Yeah. Right, this is Mr. Akash Menon and this is his travel documents. എടാ ബാഗ് എടുക്കുന്നവനെ നോക്കി എന്റെ ഒരു ചായ തോന്നില്ലടാ അവന്. എന്റെ അതേ കണ്ണു മൂക്കും അവൻ തന്നെ ആയിരിക്കുമല്ലോ എന്റെ അനിയൻ ആകാശ് മേനോൻ. തീർച്ചയായും. ആകാശ്, ചേട്ടൻ കൂട്ടുകാരൻ. അവനോട് പറയണ്ട, അവൻ വന്ന ഫ്ലൈറ്റ് തന്നെ തിരിച്ചു പോകും. ആകാശ്, മോന്റെ കുട്ടേട്ടോടെ ഞാൻ ഓരോന്നൊക്കെ ഗ്ലാസും വെച്ച് കണ്ണു കാണാൻ. അവനല്ലടേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവനല്ല ഇവന്ന്. നീയല്ലേ ഉറപ്പിച്ച് പറഞ്ഞ അവനാണ് ഇവനെന്ന്. എപ്പാ നിന്റെ ഓരോരോ ജൽപ്പനങ്ങളെ പട്ടി. ഓ പന്നി ബൊക്കെ മാലയൊക്കെ കീറിക്കളഞ്ഞ്. Okay, baby. Have a great day. Come on. Okay. Okay. Mr. ആനന്ദക്കുട്ടൻ, ഓ ഇതാ നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. Yes. വിട് കുട്ടാ, ഈ കുട്ടി. ഈ നോട്ടം കണ്ട ആലുവപ്പാലം വിലക്ക് വാങ്ങിക്കാൻ പോകണമെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ആകാശ് മേനോൻ എന്നുള്ള പേര് ഇവൻ വളർന്നതിന് ശേഷമായിരിക്കും അമ്മ ഇട്ടത്. അതെന്താ? ഫുൾ ടൈം ആകാശം നോക്കിയിരിക്കണ കണ്ടില്ലേ? ഈ ബുദ്ധിയും വെച്ച് ഭൂമിയിലേക്ക് നോക്കിയിരുന്നിട്ട് ഒരു കാര്യം മനസ്സിലായിട്ടാവും ആകാശത്തിലേക്ക് നോക്കിയിരിക്കണത്. എനിക്ക് നിന്നെ കണ്ടിട്ട് ഒരു പാവമായിട്ടാ തോന്നുന്നത്. പാവോ? പണക്കാരെന്ന് പറയടി. ആ ധൈര്യത്തിലാ മുന്നോട്ടുള്ള ഈ കുതിപ്പ്. പാവെന്നൊക്കെ പറഞ്ഞ് മൂഡ് ഓഫ് ആക്കിയണ്ടല്ല. ഞാൻ പറഞ്ഞത് ആ പാവന്നല്ല, അതിന്റെ നോട്ടും ഭാവം കണ്ടിട്ട് പാവം തോന്നുന്നു. തല വല്ല വണ്ടിയും കൊണ്ടുപോകും, അകത്തിട്. അതെ, ഇയാൾക്ക് ഞങ്ങളെയൊക്കെ പരിചയപ്പെടണ്ടേ? ഞാൻ നിമ്മി. മമ്മിയല്ല, നിമ്മി. അതെന്താ മമ്മി എന്ന് വിളിക്കണേ? ഈ നിമ്മി എന്ന് പറഞ്ഞ ജർമ്മനിൽ മമ്മി എന്നാണ് അർത്ഥം. പക്ഷെ ഈജിപ്തിൽ മമ്മി എന്ന് വെച്ച ശവം എന്നർത്ഥം. ഇതിൽ ഏതാണോ ഇവന് ഉദ്ദേശിക്കുന്നത്? എന്തായാലും മെനക്കെട്ടാൽ ഇവൻ കാര്യങ്ങൾ പറയും. ഒരു മനസ്സമാധാനത്തിന് നമുക്ക് ചോദിച്ചു നോക്കാം. ആകാശ്, മോനെ ആകാശു, അവിടെ അല്ലേ ഇവിടെ? വലത്തേക്ക് ഓടിക്കേ, വലത്തേക്ക്. റൈറ്റ് ഓടിയിട്ടെ. അങ്ങനെ അങ്ങോട്ട് പോരട്ടെ അവിടെ ഓടിയിട്ടെ. അത് മോനെ, ഈ ഏട്ടനെ ഒരു കാര്യം ചോദിച്ച മോൻ സത്യം പറയൂ. ട്രൂ. മോന്റെ കയ്യില് ഈ ഗതികെട്ട ഏട്ടന് തരാൻ അമ്മ കാശ് വല്ലതും തന്നെ ഏൽപ്പിച്ചോ? പെട്ടിന്നറിയേ, കാശ്, റുപ്പീസ്. അങ്ങനെ ചോദിച്ചാ മനസ്സിലാവില്ല. ജർമ്മനിയിൽ റുപ്പീസ് എന്ന യൂറോയാ. യൂറോ അമ്മ മോന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ,
വേണ്ട വേണ്ട, നീ എങ്ങാനും ചോദിച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞ അതോടെ തീർന്നുവല്ല. പെട്ടിയില് യൂറോ ഉണ്ടല്ലോ അല്ലേ? ദേ ഉറപ്പിക്കാണേ. എടാ ഉസ്മാനെ, വണ്ടി ചവിട്ടി വിടറാ. വീട്ടിൽ ചെന്നിട്ട് ഇവന്റെ പെട്ടി വെട്ടിപ്പൊളിക്കേണ്ടതാ. എന്തിനാ വെട്ടിപ്പൊളിക്കുന്നത്? താക്കോട്ട് തുറന്നാ പോരെ? എനിക്ക് അതിനുള്ള ക്ഷമയില്ല. ദൈവമേ, മുഴുവൻ യൂറോ ആയിരിക്കണേ. ഇത്രയും പ്രായമായില്ല, ഒരു പാവനെ കണ്ടിട്ടാണ് പേടിക്കുന്നത്. യൂറോ നോക്കടാ. അല്ലെങ്കിൽ വേണ്ട, നീങ്ങോട്ട് മാറി. എനിക്ക് നിന്നെ വിശ്വാസമില്ല. അതിങ്ങോട്ട് തന്നെ. എല്ലാം എന്റെ അനിയന്റെ. നിന്റെ അനിയന് നിന്നോട് സ്നേഹമുണ്ട്. ഇതാ സ്കോച്ച്. അതൊന്നും കോച്ചല്ലേ, ഇത് ക്രീമാ. ക്രീമിക്കൊള്ള മരുന്ന്. കുട്ടേട്ടാ, ഇത് മുഴുവൻ പാവകളാ. എനിക്ക് തോന്നണത് അവൻ ജർമ്മനിയിലെ തൃശ്ശൂർ പൂരത്തിന് ഈ പാവക്കച്ചറോന്ന് പണിയുന്നതാണ്. അയ്യോ, കരുതാക്കൂടെന്ന് പറയില്ലടാ. എന്റെ ബലമായ സംശയം, ഇമാതിരി പാവക്കുട്ടികൾക്ക് അവിടെ പറയുന്ന പേരായിരിക്കും ഈ യൂറോ എന്ന്. അതുകൊണ്ടാണ് നീ യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ യാന്ന് പറഞ്ഞത്. കുട്ടേട്ടാ, ഇതുണ്ടോ നല്ല അടിപൊളി പൂമ്പാറ്റകള്. എന്തേനു എന്നെ കൊണ്ടേ പറപ്പിച്ച് കളിക്ക്. സരസ്വന്റെ കയറ് പെരുമാലയ്ക്ക് വരാം, അവൾക്കും കൊണ്ടേ കൊടുക്കും കുറച്ച് പൂമ്പാറ്റകളെ. അതോടെ അവളുടെ പ്രശ്നം തരുകി, അവളും പറപ്പിച്ച് കളിക്കട്ടെ. മനുഷ്യരുടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവളുടെ പൂമ്പാറ്റകള്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ എന്നെ പിന്നെ ഞാൻ ഇവനോട് ദേഷ്യപ്പെടാം. നീ സമനില തെറ്റി നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമനില തെറ്റും. യൂറോ കിട്ടിയില്ലെങ്കിൽ യൂറോ. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നണേ. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ നിനക്ക് വല്ലതും തോന്നുന്നുണ്ടോ? നീ എന്താ ഉദ്ദേശിച്ചത്? ഐ മീൻ, പൂച്ച മത്തിത്തല കടിച്ചു പിടിച്ച് കൊടണ പോലത്തെ ആ സുന്ദരമായ ചിരി എന്തൊരു ഐശ്വര്യദായകമാണ്. നോക്കണ കുട്ടാ, കങ്കാരുവിനെ പോലെ വയറിലൊരു ബാഗ് ഫിറ്റ് ചെയ്ത്. കുട്ടാ, കിട്ടി, യൂറോ കിട്ടി. എവിടെ? നോക്കുമോനെ, ഈ കഥ കൊണ്ടുപോണത് ആ കങ്കാരു ബാഗാ. യൂറോ യൂറോ. ഇങ്ങനെ ഒരുത്തനെ ബുദ്ധിയുള്ളവർ പറഞ്ഞു വിടുമ്പോൾ യൂറോ പെട്ടിയിലാക്കി കെട്ടുകളിലാക്കി കൊടുത്തു വിടില്ല. ഒന്നുകിൽ 1000 യൂറോകളാക്കി, അതാവില്ല, ഒരു ഡ്രാഫ്റ്റ് എടുത്ത് ആ ബാഗിൽ വെച്ച് കൊടുത്തു വിട്ട് കാണും. അങ്ങനെയാണ് സാധാരണയായി ജർമ്മനിയിലും പരിസര പ്രദേശങ്ങളിലും കണ്ടുവരുന്നൊരു ബുദ്ധി. അല്ല, ബാഗ് അവന്റെ ഇല്ലല്ലേ, അവൻ തരൂ? നിന്റെ ഈ ആക്രാന്തത്തിന് തല്ലിപ്പൊളി ഇന്ത്യൻ ഭാഷ ചോദിച്ചാൽ തരില്ല. ദാറ്റ്സ് ജർമ്മൻസ്. എന്റെ സ്നേഹത്തിന്റെ ജർമ്മൻ ഭാഷയിൽ ചോദിച്ചാ അവൻ തരും. അത് തരാൻ പറ്റില്ല. അതുകൊണ്ട് നീ ആദ്യം TV ഓഫ് ചെയ്യ്, എന്നാലേ അവൻ ഓഫ് ആകൂ. ഡയലോഗ് കേട്ട് കഥ പോയി TV ഓഫ് ചെയ്തു. അവൻ ഓഫായി. ആകാശമേനോ മോനെ, അച്ഛന്റെ ചന്ദ്രേട്ടന്റെ ചക്കര കുട്ടാ. ചന്ദ്രേട്ടൻ മോനെ കങ്കാരെന്ന് വിളിച്ച മലയാളത്തിലല്ലേ? അത് മോന് മനസ്സിലായില്ലല്ല. മോൻ കങ്കാരുമല്ല, മോൻ പച്ചക്കുതിരിയാ. ജർമ്മനിന്ന് പറന്നു വന്ന ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ചക്കുതിര. ഇത്രയും ദൂരം പറന്നു വന്നതല്ലേ, മോനൊന്ന് ഫ്ലഷ് ആവണ്ടേ? ബാഗ് നോക്കടാ. ആക്രമണം കാണിക്കല്ലേ മോനെ. എണീറ്റ്. എനിക്കട് ചക്കരേ, നമുക്ക് ബാത്റൂമിൽ പോവാ. അതിനു മുമ്പ് ഈ ഡ്രസ്സും ബാഗൊക്കെ ഒന്ന് മാറ്റി. അല്ലെങ്കിൽ വേണ്ട, ഡ്രസ്സും മോനിരിക്കോ, ബാഗ് ചന്ദ്രേട്ടനൂരാ. ഞാനങ്ങനെ എടുത്തി. ഇത്ര നേരം മുകളിലുണ്ടായിരുന്നല്ല. ഒന്നും പറ്റിയില്ല. മോശമായി പോയി. എന്തായാലും ഒരു കാര്യം ഇതിന്ന് ഉറപ്പായി, ആ ബാഗിൽ തന്നെ യൂറോ ഉള്ളതെന്ന്. അവനെ ഇങ്ങോട്ട് അയച്ച ഒരു പ്രത്യേകം പറഞ്ഞാണ്, കാശാണ് മോനെ, ഒരുത്തനും കൂടി തൊടിയിക്കരുതെന്ന്. ആ ആദ്യത്തെ ഒരുത്തൻ നീ ആയി പോയിന്നുള്ളൂ.